എല്ലാവർക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിലേക്കൊന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും കാലം എല്ലാവരും വിമർശിച്ച ക്വാമി പെപ്രയെ തലയിൽ എടുത്തു വെക്കാൻ വരെ തോന്നിപ്പോവും. കൂടാതെ ദിമിത്രോസ് ഡയമൻഡോസിന്റെയും ക്വാമി പെപ്രയുടെയും ഒരു കോംബോയാണ് നമുക്ക് കളിയിലുടനീളം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ദിമിത്രോസ് ഡയമൻഡോസിന്റെയും ക്വാമി പെപ്രയുടെയും കോംബോയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ മത്സരത്തിന്റെ 4-ാം മിനിറ്റിൽ ഒരു ചാൻസ് പെപ്രയിലൂടെ സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷെ അത് മിസ്പാസ് ആയതുകൊണ്ട് പോസ്റ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 5-ാം മിനിറ്റിൽ മുംബൈ താരത്തിന്റെ അടുത്തേക്ക് ബോൾ എത്തുന്നു. അവിടെയാണ് ദിമിത്രോസ് ഡയമൻഡോസിന്റെ ഒരു മാസ് എൻട്രി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. താരം ആ മുംബൈ താരത്തെ ഒന്ന് പുഷ് ചെയ്തുകൊണ്ട് നിലത്തേക്ക് ഇടുന്നു. ഇതിനുശേഷം 10-ാം മിനിറ്റിൽ ക്വാമി പെപ്രയുടെ കൈകളിലേക്ക് വീണ്ടും പന്തെത്തുന്നു. പെപ്ര ആ ബോൾ ഒന്ന് നല്ലവണ്ണം നിയന്ത്രിച്ചുകൊണ്ട് ഒരു ഗ്രൗണ്ട് പാസ് ആക്കിക്കൊണ്ട് ദിമിയിലേക്ക് നൽകുന്നു. ദിമി അവിടെ ഒരു മാജിക്കൽ ടച്ച് എടുത്തുകൊണ്ട് നേരെ ആ ബോൾ പോസ്റ്റിലേക്ക് കടത്തി വിടുന്നു. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് തികച്ചും ദിമിയുടെയും പെപ്രയുടെയും ഒരു സിങ്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം നമ്മൾ പെപ്രയുടെയും ദിമിയുടെയും ഒരു കോംബോ കണ്ടത് 49-ാം മിനിറ്റിൽ പെപ്രയുടെ ആ ഗോളിലായിരുന്നു. പെപ്രയുടെ ഈ ഒരു ഗോളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ദിമിയുടെയും പെപ്രയുടെയും ഒരു കൃത്യമായ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പെപ്രയിലേക്ക് ഒരു ലോങ് പാസ്, അത് പെപ്ര മാനേജ് ചെയ്തുകൊണ്ട് മുൻപോട്ട് കുതിക്കുന്നു. അത് രണ്ട് പ്ലേയേഴ്സിന്റെ ഇടയിലൂടെ നേരെ ദിമിയിലേക്ക് നൽകുന്നു. ദിമി പന്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് പെപ്രയിലേക്ക് ഗ്രൗണ്ട് പാസ്സായി നൽകുന്നു. പെപ്ര ആ ബോൾ എടുത്തുകൊണ്ട് ഗോൾ കീപ്പർക്ക് ഒരു ചാൻസ് പോലും കൊടുക്കാത്ത രീതിയിൽ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റുന്നു. ഈ ഒരു ഗോളിലേക്ക് വലിയ രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നത് ദിമിയുടെയും പെപ്രയുടെയും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. കൂടാതെ കളിക്കിടയിൽ ദിമിയും പെപ്രയും പലപ്പോഴായിട്ടും അടുത്തടുത്തായി വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ടാണ് അവർ വൺ ടച്ച് പാസുകൾ കളിച്ച് മുന്നോട്ട് നീക്കിയത്. കൂടാതെ തന്നെ ഇന്നത്തെ ഈ ഒരു ഗോളുകൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. പെപ്രയുടെ ഗോളാവാൻ പ്രധാന കാരണം ദിമി ആയിരുന്നു. ദിമിയുടെ ഗോളാകാൻ പ്രധാന കാരണം പെപ്രയും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് രണ്ടുപേരുടെയും ഒരു കോമ്പിനേഷൻ. പെപ്രയുടെ കളിയിലേക്ക് വരികയാണെങ്കിൽ താരം മുംബൈ ഗോൾ കീപ്പറായ ലക്ഷംബയ്ക്ക് ഒരു റെസ്റ്റ് പോലും എടുക്കാൻ സമയം കൊടുക്കാതെയാണ് പോസ്റ്റിലേക്ക് ഓരോ ബോളും എത്തിച്ചിട്ടുണ്ടായിരുന്നത്. കളിയുടെ അവസാനമായപ്പോഴേക്കും അങ്ങനെ ക്വാമി പെപ്രയെ ഫൗൾ ചെയ്യുകയല്ലാതെ മുംബൈ താരങ്ങൾക്ക് യാതൊരു ലക്ഷ്യവും ഇല്ലായിരുന്നു. കാരണം പന്ത് അവർക്ക് കിട്ടുന്നില്ല എന്നതാണ്. ദിമിയുടെയും പെപ്രയുടെയും കയ്യിൽ ബോൾ കിട്ടിയാൽ വൺ ടച്ച് പാസുകളുമായി അവർ അങ്ങോട്ട് പോവുക തന്നെ ചെയ്യും. ദിമിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ദിമി ഇന്ന് ഫോർവേഡ് ആയിട്ടും ഡിഫൻഡർ ആയിട്ടും ഒരുപോലെ കളിച്ച താരമാണ്. ഇതുകൂടാതെ അറ്റാക്കിങ്ങിലും ദിമി നല്ലപോലെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ. ഏതായാലും ഇന്നത്തെ ഈ ഒരു മത്സരത്തിലെ ദിമിത്രോസ് ഡയമൻഡോസിന്റെയും ക്വാമി പെപ്രയുടെയും ഈ ഒരു കോമ്പിനേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ പ്ലേയേഴ്സിന്റെ അനാലിസിസ് വീഡിയോ വേണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.